പക്ഷേ അങ്ങനെ നമ്മുടെ മഞ്ഞക്കുഞ്ഞാവയുടെ പാർട്ട് 3 കഴിഞ്ഞാൽ പാർട്ട് 4 ഇതോടെ അവസാനിക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഗൈസ് ഇത് കുറച്ച് മിനിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. സമയം ഒട്ടുമില്ല. അതുകൊണ്ട് നമ്മളിത് എങ്ങനെയെങ്കിലും പെട്ടെന്നൊക്കെ കൊണ്ടുപോകാനാണ് 5:20 ഗൈസ്. നമ്മൾ സ്കൂളിൽ നിന്നിട്ട് ഇതുവരെ കുളിച്ചില്ല ഗൈസ്. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇതേപോലത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ തുടങ്ങാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്കിത് പെട്ടെന്ന് തീർക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിനെന്തായാലും മിനിറ്റ് കൂടുതലായിരിക്കും. നമ്മളെ ന്യൂട്ട് വന്ന് ഒരു ലിഫ്റ്റ് ശരിയാക്കി തന്ന് നമ്മൾ അതിനകത്ത് കയറുന്ന വരെയായിരുന്നു നമ്മൾ കളിച്ചാൽ. ബാക്കി എന്തായിരുന്നില്ല ലബോറട്ടറി സൗണ്ട് ഇറക്കിയാനെ അങ്ങനെ എന്തോ അല്ലേ? അതിപ്പോൾ എഴുതി കാണിക്കും. ലബോറട്ടറി. നമുക്കൊന്ന് ഇതൊക്കെ നോക്കാം. ഇത്തിരി സൗണ്ട് കൂട്ടടി. ഇത്തിരി സൗണ്ട് കൂട്ട് ഗൈസ്. ഇവിടെ കുഞ്ഞാടെ പടമൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇതാ നമ്മുടെ ന്യൂട്ട്. ഓക്കെ ഹായ്, എനിക്ക് നിന്നെ കാണുമ്പോഴേക്ക് വിഷമം വന്നടാ. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറ്റിയാലേ ഈ വാതിൽ തുറക്കത്തുള്ളൂ ഗൈസ്. പിന്നെ ഇവൻ നമ്മുടെ കൂടെ വന്നോളും. അതുകൊണ്ട് നമുക്ക് ഈ വാതിൽ തുറന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. കണ്ട നമ്മുടെ ന്യൂട്ടനെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ ഇതെന്താ പറയുന്നേ, ഇവിടെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ചുറ്റി കറക്റ്റ് ആക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആക്കാം നമുക്കല്ലേ? അല്ലേ? അതെ. അപ്പോൾ ഗൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് പടം നീല കളർ. പക്ഷെ ഇവിടെ നീല കളർ ഇവിടെ ചുമപ്പ് റെഡ് കളറേ ഉള്ളൂ. റെഡും നീലയും കൂടി മിക്സ് ചെയ്ത് പിങ്ക് കളറാക്കി കുഞ്ഞാവയ്ക്ക് കൊടുക്കാനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പിങ്ക് കളർ അല്ല നീല കളർ നമുക്ക് തപ്പി പിടിക്കണം. മണ്ടിൽ എന്താണെന്ന് വെച്ചേക്കുന്ന പൂക്കൾ കാണിക്കുന്നുണ്ട്. പൂക്കളിൽ ഒന്ന് ന്യൂട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നീല കളർ ആവുന്നത്. നമുക്ക് ആ പൂ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് തപ്പാം ഗൈസ്. അതാണ്ട ഗൈസ് അവിടെ ഒരു പൂ ഇരിപ്പുണ്ട്. ഇതില്ലേ നമ്മള് ഇവിടെ ഇല്ലല്ലോ. അങ്ങോട്ട് ചെന്ന് നോക്ക്. അയ്യോ കാഞ്ഞൂട്ട്. ഓക്കെ നമ്മൾ ന്യൂട്ടിനെ തന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്കിത് ഓക്കെ എന്താ പറ്റിയത്? ന്യൂട്ട് എന്താ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. അതിന് ഇത്തിരി കുഴപ്പമുള്ള ഇതാണ് കേട്ടോ. അപ്പം ഈ സാധനം നമ്മളെ കൊണ്ട് അവിടെ വെക്കേണ്ടതെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കിത് എടുക്കാം. യെസ് ഗൈസ്, താങ്ക് യു ന്യൂട്ടെ. ഓക്കെ അപ്പോൾ നമുക്ക് ഇതെടുത്ത് താണ്ട് എവിടെ കൊണ്ട് വെക്കാൻ. എനിക്കൊന്ന് അതങ്ങനെ ആക്കുമ്പോൾ ഒരു പിങ്ക് കളർ കിട്ടും. അത് നമ്മൾ കുഞ്ഞാക്കി കൊടുക്കണം. അങ്ങോട്ട് ഇതാണ്ട ഇടി. ഓക്കെ ഇടി ഇവിടെ. ഓക്കെ ഗൈസ്, ഇനി ഇത് ഫുള്ളാകുമ്പോൾ നമുക്ക് ലിവർ ഇതും ഓണാക്കണം. അയ്യോ ഓക്കെ ഇത് ഓണാക്കണം. ഇനി നമുക്ക് കറക്കി കൊടുക്കാം. യെസ് ഗൈസ്, അപ്പോൾ അവർ പറഞ്ഞു നടക്കാൻ ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇനി പിങ്ക് കളർ ഇതാ ഈ വഴി നിറയുമെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ കുഞ്ഞാവയെ വിളിക്കാൻ ന്യൂട്ട് പോയിട്ടുണ്ട്. നമുക്കിത് ഈ ബോട്ടിൽ നിറച്ചു കൊടുക്കാം. എന്താ എന്തൊക്കെ സംഭവിച്ചില്ല? നമ്മുടെ കുഞ്ഞാവ ഈ വവ്വാലൊക്കെ ആയിട്ട് വരുന്നേ. നമുക്ക് നല്ല ക്ഷീണമുണ്ട് ഗൈസ്. നമ്മൾ മഴങ്ങിപ്പോയെന്നാ തോന്നുന്നു. നമ്മൾ കണ്ണുറന്ന് ദാ ഇവിടെ നിൽക്കുന്നത്. നിനക്ക് എന്തിങ്ങനെ തന്നെ വരണോ പേടിപ്പിക്കാനായിട്ട്? നമുക്കിത് അതിന് കൊടുത്തു നോക്കാം എന്താണ് സംഭവിക്കണമെന്ന്. കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ ശരീരത്ത് കാന്തം പോലെല്ലാം വന്ന് ഒട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ദാണ്ട ഈ റൂമിലെ ചാവിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ചാവി പക്ഷേ ദാണ്ട ഈ ഹോളിൻ്റെ ഇടയിൽ അങ്ങോട്ടത് പോയി കിടക്കുകയാണ്. ഇതിനെ വെച്ചാണ് നമുക്ക് ആ ചാവി കണ്ടുപിടിക്കേണ്ടത്. ദാണ്ട ഈ സാധനത്തിൽ ഈ പാലുണ്ടല്ലോ, ഇത് കൊടുത്തിട്ട് കയറ്റി വിടുമ്പോഴേക്ക് ആ കാന്തം പോലെ ആ താക്കോല് വന്ന് ഇവൻ്റെ ശരീരത്തൊട്ടിപ്പിടിക്കും. അവൻ ഈ വഴി പുറത്തിറങ്ങുകയും ചെയ്യും. നമുക്ക് താക്കോല് കിട്ടും. പക്ഷെ ആ സാധനത്തിൽ ദാണ്ട ഇവിടെ ഒരു ടയർ ഉണ്ടല്ലോ, ആ ടയർ കാണാനില്ല. ഈ സൈഡിൽ ഒരു ടയർ കാണിക്കുന്നില്ലേ? ഈ സൈഡിൽ ഒരു ടയർ കാണിക്കുന്നില്ല. അത് അവിടെ വേണം. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കണം. അതിനായിട്ട് അത് ഉള്ളത് ഈ റൂമിലാണ്. ഈ റൂമിലെ താക്കോല് എവിടെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഇത്രയും ടഫാണ് ഗൈസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നതൊക്കെ? അല്ല അത് ഇത് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇത് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ തന്നെ ഞാൻ കാണിച്ചുതരാം. നന്നേ കണ്ട. ശരി തന്നെ, സോറി കേട്ടോ ഗൈസ്. ഇത് അന്നത്തെ നമ്മൾ ഓയിലൊക്കെ അവിടെ കിടപ്പുണ്ട്. നമുക്ക് ഈ കീ ആദ്യം ഇതാണ്ട ഓക്കെ അൺലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. യെസ് ഗൈസ്, നമ്മുടെ ആ സാധനം അവിടെ തന്നെ വാതിൽ തുറന്ന് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. എന്തായാലും വേറെ ഒന്നും നമ്മൾ നോക്കാൻ പോലില്ല. നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് പെട്ടെന്ന് കടവിടെയൊക്കെ ഉണ്ടല്ലോ. ഇതാണ്ട ഇല്ലല്ലോ, ഓഫ് ആയിട്ടില്ല. ഇങ്ങോട്ട് വയ്ക്കാം. കണ്ട ഗൈസ്, താണ്ട് ഇവിടെയൊക്കെ ഉണ്ടല്ലോ അത്. അപ്പം നമുക്ക് അവിടെ അത് കൊണ്ടുവയ്ക്കാം. അവിടെ അതില്ല. അവിടെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ സാധനത്തിന് ഒന്നും കൂടി അത് കൊടുക്കാം ഗൈസ്. അതാണ് നല്ലത്. അല്ലാതെ കൊണ്ടുവന്നത് അത് എങ്ങനെ ആവുമെന്ന് ഞാൻ കാണിച്ചില്ല. അല്ലാതെ അതിനിട്ട് ഇപ്പം അതിൻ്റെ ആ ഒരു എഫക്റ്റ് പോയിരിക്കുകയാണ്. അല്ലാതെ എങ്ങനെ ഇടുന്നത്? അതിന്
അത് ഓണാക്കണോടി ആ സാധനം മണ്ടി. എങ്ങനെ ഓണാക്കും? അത് മറ്റേ ആ ടയർ ആദ്യം പിടിച്ച് കറക്ക്. അത് തനിയെ വലിയ നേറിക്കോളൂ. കണ്ട ഇതുപോലെ എല്ലാം പോകണുണ്ട്. പക്ഷെ ഇതുപോലെ പോയിട്ട് കീ എടുത്തോണ്ട് വരാനാണ്. ഇതാ അവിടെ നിന്ന് തെറിച്ച് എല്ലാം വരുമായിരിക്കും. കണ്ട അവിടെ കീ ഇരിക്കുന്ന കണ്ടില്ലേ ഗൈസ്? അത് പക്ഷെ കിട്ടൂല അതിന്, കണ്ട. പക്ഷെ നമ്മൾ മറ്റേ സാധനം കൊടുക്കുകയാണെങ്കിൽ കാണുന്ന പോലെ അതിന്റെ ശരീരത്ത് കയറി ഒട്ടിപ്പിടിക്കും, നമുക്ക് അത് കിട്ടുകയും ചെയ്യും. നമുക്ക് അത് ഇത് കൊടുക്കാം. അതിനാണ് നമ്മൾ ഈ പിങ്ക് കളർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എവിടെ നമ്മുടെ മുന്നാതാ അവിടെ നിൽപ്പുണ്ട്. നിന്നൊക്കെ ഇതിനൊക്കെ കൊണ്ടുപോയി പോയേക്കോളൂ. എൻ്റെ ന്യൂട്ടൊക്കെ പാവമാണ് ഗൈസ്. ഗൈസ് നമുക്ക് പെട്ടെന്ന് അത് കൊണ്ടുപോയി ഓണാക്കടിയത്. ഇടി ഇവിടെ ഓക്കെ ഇവിടെ കുഞ്ഞാവാ. അയ്യോ ഗൈസ് അതിൻ്റെ പവർ തീർന്ന്. നീ ഇങ്ങോട്ട് തന്നെ ഒരു കാര്യം ചെയ്യുന്നത് കണ്ടതാണ്ട. അതിന് ഇവിടെ നിർത്തി, നമ്മൾ അങ്ങോട്ട് നിർത്തിയില്ല, ഇവിടെ നിർത്തി നമുക്കത് കൊടുക്കാം. ഗൈസ് നമ്മുടെ ന്യൂട്ട് ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പാവം നല്ല മനസ്സുള്ളൊരു റോബോട്ടാണ് നമ്മുടെ കുട്ടി റോബോട്ട് ന്യൂട്ട്. ഇനി നമുക്ക് കൊണ്ടുപോയിട്ട് നോക്കാം. നമ്മൾ അവിടെ കുറേ നേരം നിന്നുകൊണ്ട് ഇതിൻ്റെ പവർ തീരുന്നതിന് മുമ്പേ കൊടുക്കണം. ഇനി അത് കൊടുത്തു. ഓക്കെ ഗൈസ് അത് അതിന് കയറി പോയിട്ടുണ്ട് നമ്മുടെ ന്യൂട്ട്. അതെന്തോ എന്തോ കാണിച്ചത് നീ കണ്ട? ഓക്കെ നമുക്ക് ആ കീ എടുത്തിട്ടുണ്ട്. ആ ന്യൂട്ട് എന്തോന്നൊരു കാണിച്ച ടയർ എന്ത് പറ്റി? ടയർ ഉണ്ടല്ലോ ഇവിടെ. ഇതെന്തോ നീ ആ ടയർ എടുത്ത എന്നാ? ആ ടയർ അതിന് വേണമെങ്കിൽ ആ ടയർ ഒന്നും എടുത്തേ. ഇപ്പൊ വേറെ ഏതെങ്കിലും ടയർ ഉണ്ടെന്ന് നോക്കാം. അതിന് ആ സാധനം വേണ്ടത്. ഇത് നല്ല എന്തായാലും നമുക്ക് നോക്കണ്ട. ഇതുണ്ടോ? ഇത് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അത് വെള്ളം ഒഴിക്കും. നമുക്ക് അതിനെ എടുത്തുകൊണ്ട് ദണ്ട. അവിടെ അതിനത് വേണമെന്നോ? ഇല്ലടി അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എന്തിനാ അങ്ങനെ കാണിച്ചത്? ഇവിടെ ഈ റൂമിലല്ല, ആ റൂമില. ഓക്കെ ഈ റൂമാണ്. എടി മണ്ടി നിനക്ക് കണ്ടുകൂടെ? ഇങ്ങോട്ട് തന്നെ ഞാൻ കളിക്കാം, ആക്കി കളിക്കാൻ. വെയിറ്റ് ആ റൂമില്. ഓക്കെ ഗൈസ് നമ്മളതിനെ ദാണ്ട ഇവിടെ വെക്കണമെന്നാണ് പറയുന്നത്. നമുക്കാദ്യം ഇവിടെ വെക്കാം. ഇവിടെ നീ ഇതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് ഇവിടെ ഇരിക്കണ്ടേ? എടി അത് അവിടുത്തെ ഒരു സ്വിച്ച് പോയി ഓണാക്കണോടി. ഇല്ല അത് ആദ്യം അതല്ല ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഒരു മെഴുകുതിരിയൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് പോയി നോക്കാം. ഈ മെഴുകുതിരി കാണിക്കുന്ന ബുക്കിനകത്ത് എന്തെങ്കിലുമൊക്കെ സിമ്പൽ കാണും. ഈ സിമ്പൽ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതൊക്കെ പറഞ്ഞുതരാം. ഇത് ഈ സിമ്പൽ 5 എണ്ണം കൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ആ 5 എണ്ണം ഈ മെഴുകുതിരിയൊക്കെ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ള ബുക്കുകളൊക്കെ ഒന്ന് പൊക്കിയൊക്കെ അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ട അടുത്ത വേറെ സിമ്പൽ ചിന്തിച്ച് വെച്ചോ ഓരോന്ന്. എന്നിട്ട് ഇവിടെ മെഴുകുതിരി പടം കാണിച്ചിട്ടുള്ളൂ. അതല്ല അതാവൂല. ബാക്കിയൊക്കെ മണ്ടയിലാണ്. കണ്ട മണ്ടയിൽ ഒരു മെഴുകുതിരി ഉണ്ട്. ഈ സൈഡിലൊരു മെഴുകുതിരി ഉണ്ട്. അപ്പം അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ സ്വിച്ച് പോയി ഓണാക്കണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞാക്കി ഇത്തിരി കുഴപ്പം കൂടുതൽ. നീ അത് ന്യൂട്ടിനെ പോയി എടുക്കടി. എന്നിട്ട് നമ്മൾ ഇതിനടുത്ത് അതിൽ കയറ്റണം. അത് കയറ്റുമ്പോൾ താണ്ട ആ മണ്ടയിൽ ഏണിയുണ്ട്. അത് നമ്മൾ ഇവൻ എടുക്കുന്നവരെ അത് അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ആ മെഴുകുതിരിയുടെ അടുത്ത് ആ ഏണി പോകുമ്പോഴേക്കും നമുക്കത് കൊണ്ടുപോയി എടുക്കാം. ഓക്കെ എടുക്കുമ്പോൾ അത് അവിടെ നിൽപ്പുണ്ട്. ഇവൻ അവിടെ കിട്ടോ? ഇല്ല കണ്ട അവന് നിൽക്കാൻ പറ്റും. നമുക്ക് ഇവിടെ കയറാം. യെസ് ഗൈസ് കണ്ട അവിടെ ഒരു മെഴുകുതിരി തന്നെ തുറന്നു വന്നാട്ടാ. യെസ് ഗൈസ് ഇങ്ങനത്തെ ഒരു ചിഹ്നമാണ്. ഇത് കണ്ടുപിടിച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് ഇറങ്ങാം. ഇതിനകത്ത് നമുക്ക് അടുത്ത ഇത് കൂടി കണ്ടുപിടിക്കണം. അടുത്ത അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്ക് നീ ആദ്യം. ആ മെഴുകുതിരി അടുത്ത മെഴുകുതിരി ഇത് നമ്മൾ കണ്ടുപിടിച്ച് അടുത്ത വരുന്ന മെഴുകുതിരി ഉണ്ട്. അവിടെ പൂച്ച നിൽക്കുന്ന കേട്ടാ. അങ്ങോട്ടൊരു മെഴുകുതിരി ഉണ്ട്. അപ്പോൾ നമുക്ക് ന്യൂട്ടിനെ പോയി എടുക്കാം. ന്യൂട്ടിനെ പോയി എടുക്കുക. നീ ഇത്ര പതുക്കാവണം എന്തിനാണ്? പോടോ. ഇവൻ ഇത് എങ്ങോട്ട് പോകണത്? ചെടിക്ക് ഉള്ളവയ്ക്കാണ്. ചെടിക്ക് ഉള്ളവയ്ക്കുന്ന പരിപാടി. ഇത്ര ദൂരോട്ട് നിൽക്കടി. ഓക്കെ എവിടെ എന്താ ഇവിടെ? അയ്യോ നമ്മളത് ഓപ്പോസിറ്റ് പോയാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അയ്യോ അവിടെ തന്നെ. നീ ഇങ്ങോട്ട് വന്നേ ദൂരോട്ടാക്ക്. നമുക്ക് ഇവിടെ വയ്ക്കാം. അപ്പം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഗൈസ് അതവിടെ നമുക്ക് ഇതണ്ട. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ് അവിടെ അവിടെ നമുക്ക് 4 ഓക്കെ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടായി മെഴുകുതിരി? ഇല്ലല്ലോ നമ്മൾ ഇനി ഇവിടെ തന്നെ കയറണം. 4 എണ്ണം തന്നെ എന്ന് തോന്നുന്നു. ഇവിടെ തന്നെ കയറാം. കയറിയിട്ട് നമുക്ക് അവിടുത്തെ ഒരു വാതിൽ ഓപ്പൺ ചെയ്യണം.
അയ്യോ നമ്മൾ വാതിലില്ല കയറണ്ട. ഓ ശരിയാ. സോ നമുക്ക് ആ വാതിലിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് കയറാം. എന്നിട്ട് നമ്മൾ ദാണ്ട് ഈ ന്യൂട്ട ഇവിടെ സാധനം ഇവിടെ നമ്മുടെ ഇവിടെ തീ ഉള്ളതാണ് ഗൈസ്. ഇത് ഈ ന്യൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി കുഴപ്പമാണ്. അത് അവിടെ അടങ്ങി പാവോടി, അതിന് നല്ല ഇതുണ്ട്. ആ കുഞ്ഞാവയാണെങ്കിൽ പറഞ്ഞോ നീയൊക്കെ. നമ്മുടെ ന്യൂട്ട് നമ്മളെല്ലാത്തിനും സഹായിക്കുന്നതാണ്. നമ്മളതിനെ ഇല്ല അതിൽ. അയ്യോ അത് കഴിഞ്ഞോ അല്ലേ? അല്ല അല്ല അവിടെ തന്നെ നിർത്തി. ഓക്കെ ഓക്കെ. അവിടെ കണ്ട, അവിടെ നമ്മുടെ പൂച്ച പോയിട്ടുണ്ട്. നമുക്ക് അവിടെ കയറാം. നമ്മൾ ഈ വാതിൽ ഇവിടെ കണ്ടോ? പക്ഷേ ഈ വാതിൽ ലോക്കാണ് ഗൈസ്. ഈ വാതിൽ കണ്ടെത്തേക്ക് നമ്മൾ ഇത്ര നേരം കണ്ടെത്തിയ അയ്യോ ഇതിലൊക്കെ ഏതൊക്കെ സിമ്പിളടി. ഇത് ഇത് തന്നെ ഇത് നമ്മൾ കണ്ടുപിടിച്ച് എനിക്കറിയാം. അയ്യോ ആ സ്ക്വയർ ആയിട്ടുള്ള അത് തന്നെ ഇത് തന്നെ ഇതാ ഇവിടെ രണ്ടായിട്ട് ഇരിക്കുന്നതാണ് തന്നെ. ഓക്കെ ഗൈസ് ഓണായിട്ട് പക്ഷെ ഇത് 5 ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊന്നും കണ്ടുപിടിച്ചില്ല. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന്. നമുക്ക് ഈ റൂം കയറി നോക്കാം. ഇവിടെ എന്തോ ഓൺ ചെയ്താ ഗൈസ്. ഇവിടെ എന്തോ തത്തമ്മയെ പോലെ ഇരിക്കുന്ന എന്താ ഷേപ്പൊക്കെ ഉള്ള സാധനം. നമുക്ക് പോയി നോക്കാം. ഇവിടെ എന്തൊരു ഹോളുണ്ട്. ഇവിടെ എന്തൊരു ഡോറുണ്ട് കേട്ടോ. താഴോട്ടല്ലോ. നമുക്ക് എന്തായാലും താഴെ ഇറങ്ങി നോക്കാം. ഓ ഈ ഗൈസ് നമ്മുടെ ഈ നമ്മൾ പിടിച്ച് തള്ളിയിട്ട് കേട്ടോ. അതാണ് ഇങ്ങനെ. ഗൈസ് ഇത് എവിടെയാ? ഗൈസ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ റൂമിൽ നമ്മൾ അത് തള്ളിയിട്ട സ്ഥലം നോക്കട്ടെ. ബെസ്റ്റ്. ഓക്കെ ഗൈസ് ഇതൊരു ക്യാമറ ആണ് കേട്ടോ. ഇവിടെ അല്ല ഓപ്പൺ ആക്കണ്ട, അപ്പുറത്ത് ഓപ്പൺ ആക്കണ്ട ഗൈസ്. ഈ ഈ സ്ഥലമൊക്കെ ഒരു വൃത്തിയായിട്ടൊരു ഇതായിട്ടിരിക്കല്ലേ. നമ്മൾ ഈ ക്യാമറ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ ആ സ്ഥലമൊക്കെ നല്ലൊരു സ്ഥലമായിട്ടാണ് ക്യാമറ കാണിക്കുന്നത്. അപ്പം നമ്മൾ അത് കൊണ്ടുപോയി ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ശരിയാക്കുമ്പോൾ അത് ഒറിജിനായിട്ട് അവിടെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഫിലിം എടുക്കണ്ടേ? ഫിലിം എന്ത് വെറുതെ ഫിലിം പോയി എടുക്കണോ? എടി ഫിലിം ഇതാണ് അത് ആദ്യം പോയി ഇടാം. അത് ആദ്യം പോയി ഇടണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി ഫിലിം ഇടാം. ഓക്കെ കണ്ട ഇതുപോലെയാണ് ഇപ്പം നമ്മൾ കാണുന്ന സ്ഥലം അല്ലല്ലോ. അപ്പം നമുക്ക് എന്തായാലും പിക്ചർ എടുക്കാം. നമുക്ക് പിക്ചർ എന്ന് പറഞ്ഞാൽ ഈ ലിവർ എടുക്കണം. ഇതിലെന്താ പറയുന്നത്? ലിവറൊന്നല്ല. ഓക്കെ ഇതൊരു ഫോട്ടോ എടുത്തിട്ട് ആ സത്യത്തിന് ഒറിജിനൽ അവിടെ കേടായിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഫോട്ടോ എടുത്തിട്ട് ഇത് ശരിയാക്കി കൊണ്ടുവരണം. ഇത് ശരിയാക്കിയിട്ട് ഓക്കെ ഇതിവിടെ കൊണ്ടിട്. ഓ ഗൈസ് ഇതിനകത്ത് കൊണ്ടിടണമെങ്കിൽ വാതിലടയ്ക്കണോടി. വാതിലടച്ചാലേ കൊണ്ടിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മളെ ബേക്ക് ചെയ്ത് നമ്മളെ പേടിപ്പിക്കുക. ഇനിയും കൊണ്ട. എൻ്റെ കുഞ്ഞ സമയം എത്ര അടി? 5:34. ഓ ശരിയായല്ലേ. നമുക്ക് ഇതെടുത്തിട്ട് ദണ്ട ഇവിടെ കൊണ്ടുവരണം. ഇൻസേർട്ട് ഫിലിമിൽ കുത്തി കൊടുത്താൽ അത് കറക്റ്റായിട്ട് വരും. പിന്നെ നമുക്ക് ആ ലിവർ ശരിയാവാൻ നോക്കാം ഗൈസ്. കണ്ടോ ഗൈസ്? ഇതാണ് അവിടെ ഒറിജിനൽ ഫോട്ടോ. ഇത് നമുക്കിനി ആവശ്യമൊന്നും ഇല്ല. പോട്ടെ. നമുക്കിനി റൂം പോയി തുറക്കാം. ഇനി നമുക്കത് അവിടെ ഒറിജിനായിട്ട് വന്നോ നോക്കാം ഗൈസ്. ഇവിടെ അല്ലേ? യെസ് ഗൈസ് ഇവിടെ ഒറിജിനായിട്ട് വന്നിട്ടുണ്ട്. ഇതാക്കുമ്പോൾ ആ ലോക്ക് വല്ലതും തുറക്കും നോക്കാം. ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാം. കണ്ട ഗൈസ് ഇത് ഓണാക്കുമ്പോൾ ഈ ഒരു പൂ വരും. ഈ പൂവിൽ ആ സാധനം ഉണ്ടല്ലോ, അതിനെന്താ പറയുന്നത്? ഈ പൂവിൽ ഒരു സ്പെല്ല് കിട്ടും. അത് നമുക്ക് എടുത്ത് അവിടെ കൊണ്ട് അടുത്ത കളറാക്കി വെച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പൂവിനാണെങ്കിൽ ഫോട്ടോ എടുക്കേണ്ടത്. ഫിലിം ഇല്ല. കണ്ണോട് പോയി ഫിലിം എടുത്തിട്ട് ഇവിടെയാണ് ഫിലിം. അവിടെയാണ് ആണ്ടാ. ഇത് നമുക്ക് ഞാൻ പൂവാണ് ഫോട്ടോ എടുക്കേണ്ട. ഇത് നമ്മൾ അതിൻ്റെ ഇങ്ങോട്ടല്ലേ? അപ്പോൾ ആ റൂമിലോട്ട് കയറി കൊടുക്കണം. ഓക്കെ നമുക്ക് ഡോർ അടയ്ക്കാം ഗൈസ്. ഇവിടെ ക്ലോസ്. എന്തിന് നമുക്ക് ഇതിട്ട് ആ പൂവ് നമുക്ക് ഒറിജിനായിട്ട് വരും. എന്നിട്ട് അതിലെ സ്പെല്ല് എടുത്തിട്ട് നമുക്ക് അടുത്ത ഇതാക്കി വെക്കാം. ഒട്ടും കാണാൻ വയ്യ. നീ ഈ കൈ വെച്ച് കളിക്കടി. ഓക്കെ നമുക്ക് ഇതെടുത്ത് ഇൻസൈഡ് ഫിലിം കൊടുക്കാം. അപ്പോൾ ഗൈസ് ആ പൂവിന് കിട്ടുന്ന സ്പെല്ല് നമ്മൾ ന്യൂട്ടൊന്ന് വെള്ളം ഒഴിക്കും. അങ്ങനെ നമുക്ക് ആ സ്പെല്ല് എടുത്തുകൊണ്ട് പോയി നമ്മൾ നേരത്തേക്ക് എന്തൊക്കെയോ പാൽ കുപ്പിനകത്ത് എന്തൊക്കെ ചെയ്തില്ലേ, അതുപോലെ നമുക്ക് കിട്ടും.
അങ്ങനെ നമുക്ക് കയറി കൊടുക്കാം. യെസ് ഗൈസ്, നമ്മുടേതാ ഈ പൂ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ന്യൂട്ടിനെ വിളിക്കണം. ഓക്കെ, കാണിഞ്ഞു നോക്ക്. ഇത് ന്യൂട്ട് വന്നതിന് അടുത്ത വെള്ളം ഒഴിക്കും. ന്യൂട്ട് എങ്ങോട്ടാണ് വെള്ളം ഒഴിക്കുന്നത്? ഇതാ വന്നിട്ടുണ്ട് ഗൈസ്. ഈ പച്ച സാധനമാണ് നമുക്കിനി വേണ്ടത്. ഭാവനി കൂട്ടാ നമുക്ക് പുറത്ത് പോകണം ഗൈസ്. നമ്മളിതാ ഈ വാതിൽ തുറന്നു. അപ്പം നമുക്ക് ആ വാതിനകത്ത് പുറത്ത് പോകാം. അല്ലല്ല, ഇതൊന്നും അല്ല, ഇങ്ങ് തന്നെ നീ കണ്ട. നമുക്ക് എന്നിട്ടത് ഇവിടെ വെച്ചെടുക്കാം. നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കുക. ആ ബുക്കിൽ പച്ചയും ബ്രെഡും ചെയ്ത എന്തൊരു ചാക്ക് പോലെ അങ്ങനെ എന്തോ കിട്ടുമെന്ന് അങ്ങോട്ടാ പറയുന്നുണ്ട്. നമുക്ക് ഈ പച്ചയുടെ ലിവർ നോക്കാം. അതല്ല ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു കളർ വരുന്നുണ്ട്. കണ്ട ഗൈസ്, ഇത് നമ്മൾ കുഞ്ഞാവയ്ക്ക് കൊടുത്ത എന്താ സംഭവിക്കുന്നത്? ഇത് നമുക്ക് എന്താണ് സംഭവിക്കുക നോക്കാം. നമ്മളൊരു കുപ്പി കളക്ട് ചെയ്തു, ഇന്നത്തെ വെച്ചു. ഇതിൻ്റെ ആ ചിഹ്നം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കൊടുത്തു. ഒരു വണ്ണം വെച്ചൊരു കുട്ടിയെ പോലെ ഇരിപ്പുണ്ട്. എന്താ ചെയ്യേണ്ടത്? നീ അപ്പുറത്തെ റൂമിലോട്ട് നമ്മൾ താണ്ട് ഇവിടെ പോവാണ്. ഈ റൂമല്ല, അപ്പുറത്തെ റൂമാണ്. ആ റോസ് ഉള്ള റൂം. ഇത് പുറമല്ലേടി, ഇവിടെ പോകണ്ട. അവിടുത്തെ ആ വാതിൽ തുറക്കാം. ഇത് പെട്ടെന്ന് അതിന്റെ എഫക്റ്റ് പോയതുണ്ടോ, അതിന്റെ ഒരു പവർ പോയതുണ്ടോ? ഈ തടിയുള്ള സമയത്ത് നമ്മൾ അതിനെ താണ്ട ഇവിടെ കൊണ്ടെത്തിച്ചാൽ ഈ വാതിൽ തുറക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് തടിയുള്ള സമയത്ത് നമ്മൾ അതിനെ കൊണ്ട് നടന്ന പകുതി തന്നെ ഇതങ്ങ് മെലിയും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്ട് ഇതിലൂടെ അതിനെ കയറ്റി വിടുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നമുക്ക് പോയി എന്ത് ചെയ്യാം, ഇതിനിവിടെ നമുക്ക് പോയി ഒന്നും കൂടി ആ ബോട്ടിലെടുക്കാം. ഓക്കെ, എവിടെ കുഞ്ഞാവ? അവിടെ അപ്രത്യക്ഷ ഇവിടെ വന്നിരുന്ന് നല്ല സാധനം. കാരണം ഇതിൽ എടുത്തിട്ട് നടക്കാൻ നല്ല വെയിറ്റ് ആണ് ഗൈസ്. എൻ്റെ പൊന്നോ, നീ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് ചെയ്യല്ലേ. ഇതിന് എഫക്റ്റ് ഇതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് ഇതാണ്ട് ഇതിന് ഓക്കെ പോവാതിരുന്നായിരുന്നു. ഇങ്ങനെ അവിടെ വന്ന് നിന്നോളാം. നമുക്ക് ആ കിണറിൽ പോയിക്കാം. കണ്ട അവിടെ വന്ന് വീണുടഞ്ഞ അതിൻ്റെ എഫക്റ്റും പോയതാ. ആ വാതിൽ തുറന്നിട്ടുണ്ട്. ന്യൂട്ട് അതെന്തോ കാണിക്കുന്നുണ്ട്. ഇതെപ്പോഴും ഇത് വെറുതെ കാണിക്കുന്നേക്കും. നമുക്ക് ആ പുറത്തുനിന്ന് ഇറങ്ങാം. ഇത് പുറത്തിറങ്ങാൻ പറ്റാത്ത ന്യൂട്ടി കാണിക്കുന്നതാണോ? ഫോളോ ന്യൂട്ടെന്ന്. ന്യൂട്ടിനെ ഫോളോ ചെയ്യണം. നമ്മൾ ന്യൂട്ട് താണ്ട് എവിടെ ഇരിക്കും, അതിനകത്ത് പോയത്. അതിന് ആ സാധനം ഒന്ന് കൊണ്ടു കൊടുത്താൽ നീ. ഇപ്പം അതിനെടുത്താലേ പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. അതിനെടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇതിനെടുക്കാൻ പറ്റുമോ? ഇതിനൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ആ സാധനം കൊണ്ടുവരാൻ വേണമെങ്കിൽ. നിനക്ക് വേണ്ടിയിട്ടല്ല. ആ ന്യൂട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആ ബെസ്റ്റ് വാതിൽ പിന്നെ അടഞ്ഞു. എനിക്ക് എന്തൊക്കെയോ ഡൗട്ട്. ഇത് അവന് കൊടുത്ത് നോക്കിക്കേ ന്യൂട്ടിന്. ഇതൊന്നുമല്ല അതിന് വേണ്ടത്. എന്താണ് പിന്നെ വേണ്ടത്? ഇത് വെറുതെ കാണിക്കുന്നത്. എന്താണ് ആ ടൈം കൂടി അത് പോയിപ്പിച്ച് അതാണ് വാതിൽ തുറക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. നമ്മൾ ഒന്നും കൂടി ഇതെടുത്ത് കൊടുക്കണം. ഇതത്ര മനസ്സിലാവുന്നില്ല ഗൈസ്. നല്ല കനമാണ് ഗൈസ്. അതാ നമുക്ക് നടക്കാൻ കുറച്ച് പാട് വരുന്നത്. ഓക്കെ, എന്തിനാ അവിടെ ഇട് മറ്റേത് ഉണക്ക്. ഓക്കെ, അപ്പം തന്നെ അതിൻ്റെ കനം കുറഞ്ഞ മുമ്പേ കണ്ട. അതിൻ്റെ കനം കുറഞ്ഞതിന് ശേഷമാണ് അത് ഇവിടെ വീണത്. ഇപ്പം ഇത്തിരി കനത്തോടെ തന്നെ വീണ്. ഒരു ഫ്ലവറും കൂടി കണ്ടു. ഇതൊന്നും തീർന്നില്ല ഗൈസ്. ഇതാണ്ട് ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്. നമുക്ക് ഇതാണ്ട് പോയി ന്യൂട്ടിനെ വിളിക്കാം. ആദ്യം നമ്മൾ ഈ ഫ്ലവറിൻ്റെ അടുത്ത് നമ്മൾ കാൽ ന്യൂട്ടിനെ ഇത് കളിക്കാം. നമ്മൾ അതിനകത്ത് കുത്തിയാൽ ഇപ്പം നമ്മൾ ന്യൂട്ട് വന്നാൽ അതിന് വെള്ളം ഒഴിക്കും. അങ്ങനെ നമുക്ക് അതേ സ്പെല്ലും കൂടി എടുക്കാൻ പറ്റും. മരുന്ന് ഇവൻ തട്ടി തെറിപ്പിച്ച് പറ്റുന്നില്ല കേട്ടോ. അവന് ആ ന്യൂട്ട് അവന് പിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവൻ അപ്രത്യക്ഷമായി പോവുകയാണ് അവിടെ നിന്ന്. എവിടെ കുഞ്ഞാൽ നന്നവിടെ പോയിരിക്കുക. കുഴപ്പം കൂടുതലുണ്ട്. ഇനി ഇവിടെ ഒന്ന് വീണ് നോക്കിയാലോ.
അങ്ങനെ ഗൈസ് നമുക്ക് എന്തായാലും ഇവനെ ഉപദ്രവിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യണ്ടേ? ഗൈസ് ഇവിടെ ഈ സാധനം ഉണ്ട്, നമുക്ക് ഇതിനകത്ത് പോയി ഗൈസ് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അവിടെ ഇട്ടുകൊടുക്കാം. ഗൈസ് നമ്മൾ കുഞ്ഞാവിടെ ബോധം പോയി. ഓക്കെ, നമുക്ക് ആ കുഞ്ഞാവനെ എടുത്ത് ആ ടൈം കൊണ്ട് ഗൈസ് അതിൻ്റെ കണ്ണൊക്കെ കണ്ട ഗൈസ് സീരിയലിൽ ന്യൂസ് എന്തൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് എന്തോ അതിൻ്റെ ഇട്ടിട്ടില്ല കളി. ഇത് പോയാ എൻ്റെ എഫക്റ്റ് പോയാ? ഇതാണ് അവിടെ പോയി. നമുക്കൊന്നും ഇതാണ്ട് ബോളെടുക്കാം. ഇത് എന്തൊക്കെ ചെയ്യാം, ഇത് വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട. അപ്പം അതിന് തന്നെ ഫോക്കസ് ചെയ്യും. ഇവിടെ ഓടിപ്പോയി നമുക്ക് ഇനി എടുക്കാം. ന്യൂട്ട് പോയി എടുക്കുന്നുണ്ട്. ഇതിന് ഇങ്ങനെ ബോധമില്ലാത്ത സമയത്ത് നമ്മൾ അതിനെ കൊണ്ടുപോയി എടി കുഞ്ഞവൻ പോയടി, അവൻ നീ പെട്ടെന്ന് അവനെ എടുക്കൂല. തറ ഇടിച്ച് അങ്ങനെ നിൽക്കണ. എവിടെ കുഞ്ഞാവ? അത് ഇതെടുത്ത് നമുക്ക് വെച്ച് നോക്കാം. അപ്പം അതിനെ അവിടെ ഫോക്കസ്. കൈ തന്നെ ചൂടായി, ഫോൺ തന്നെ ചൂടായി, കൈയും ചൂടായി. എവിടെ നമ്മളെ കുഞ്ഞാവ? എടി അതിനകത്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അത് കുഞ്ഞാവനെ ഫോക്കസ് ചെയ്ത് ഇട്ടോളൂ. ഓടിപ്പോയി എടുത്തിട്ട് ഈ ന്യൂട്ട് എന്തെങ്കിലും ചെയ്യുമോ ഇപ്പം? ഇല്ല, നമ്മൾ തന്നെ ചെയ്യണം ഗൈസ്. കണ്ണി നോക്കുക. നിൻ്റെ അടുത്തോട്ടാണ് വയ്ക്കണം. എനിക്കൊരു തുള്ളി കാണിച്ചു. ഇത് നീ അവനൊക്കെ തന്നെ. ഞാൻ നിൻ്റെ കട്ടാക്കിയത് നിൻ്റെ അടുത്തൊക്കെ തന്നെ വയ്ക്കണം. കണ്ട ഓക്കെ, നമുക്ക് അവനെ തെറിപ്പിച്ച് ദൂരെ ഇടാം ഗൈസ്. അപ്പം അതാ പോയിട്ടുണ്ട്. എൻ്റെ പൊന്നു, അതിനെ കരച്ചില്ല കേട്ടാ. ഗൈസ് നമുക്ക് ഇനി നമുക്ക് അവിടെ പോവാം. എന്താണ് അവിടെയാണ് ആ ഫ്ലവർ. ഇതാണ്ടാ. ശരിയാ, ഇവിടെ ഇങ്ങോട്ടൊക്കെ കയറി പോകണം. ഈ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ സ്പെല്ല് പോയി എടുക്കാം. എടാ ന്യൂട്ട്. ഓക്കെ, നമുക്ക് ന്യൂട്ടിനെ വിളിക്കാം. ഇതൊരു ചൂടാണ്. ഫോണിങ്ങനെ കുളിക്കണം. എന്തൊക്കെ പണി, കുറേ ജോലികളുണ്ട് ഗൈസ്. പെട്ടെന്ന് കഴിയണമെന്നുണ്ട്. ഓക്കെ, ഇത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ഈ സ്പെല്ലുണ്ട്, നമുക്കവിടെ വയ്ക്കണം. അയ്യോ, ഇതൊക്കെ കഴിയുമ്പോൾ ഒരു സമയം 6 മണിയാവും. ഞാൻ ഇപ്പം പിടിക്കണ്ടായിരുന്നു നോക്കുന്നത് ഗൈസ്. നമുക്ക് ഈ ഗുഡ് നൈറ്റ് അടിക്കുമ്പോൾ നിർത്തിയാൽ ഗൈസ് ഇത് കൊണ്ടുവരും. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഗൈസ്. ഓ എൻ്റെ പൊന്ന്, എൻ്റെ നമ്മൾ ബോധം കിട്ടുന്ന തോന്നുന്നത്. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും കാണിക്കുന്നത് നോക്കാം. ഓക്കെ നിർത്താം. അപ്പോൾ അടുത്തത് എന്താ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്കിനി അത് അടുത്താക്കി കാണാം. നമുക്ക് കുളിക്കാനുള്ള സമയമില്ല, അപ്പോൾ നമുക്കത് പിന്നെ കളിക്കാം. എന്തായാലും അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഗൈസ് ബാക്കി പാട്ടായിട്ട് നമ്മൾ വരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.